സെൻട്രൽ മിററിൽ നമ്മൾ ബാക്കിലുള്ള വാഹനത്തിന്റെ ലൈറ്റ് വന്നടിച്ചാൽ. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. എൻ്റെ പേര് ഷമീം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനാണ് വന്നത്. ടിപ്സ് മീൻസ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എങ്ങനെ കെയർ ചെയ്ത് വാഹനങ്ങൾ ഓടിക്കാം. പലരും വാഹനം ഓടിക്കുമ്പം നിരത്തുകളിൽ അനുദിനം അപകടങ്ങൾ കൂടിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏഹ് വരുന്ന ആഘാതം കുറക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പറ്റും? അതുപോലെ തന്നെ അപകടങ്ങൾ വരാണ്ട് എങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നു. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തുക. നമ്മളിപ്പോൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമുക്ക് അപകടങ്ങൾ നമുക്ക് നിരത്തുകളിൽ സംഭവിച്ചേക്കാം, അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ നമുക്ക് അപകടങ്ങൾ, ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപകടങ്ങൾ വരുന്നതിൻ്റെ ആഘാതം നമുക്ക് എങ്ങനെ കുറക്കാമെന്ന്. അതുപോലെ തന്നെ അപകടങ്ങൾ വരാണ്ട് നമ്മൾ എങ്ങനെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യാമെന്ന്. അപ്പോൾ ഇങ്ങനെ ഈ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. അത് നമ്മളൊരു കംഫർട്ട് ലെവലിൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക. അല്ലാണ്ട് നമ്മളിപ്പം നിരത്തുകളിൽ റോഡിൽ കയറിയിട്ട് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊത്തം ബാക്കോട്ട് പോകും. ആ ഒരു കൺട്രോൾ കിട്ടാണ്ട് നമ്മൾ സീറ്റ് ബാക്കോട്ട് മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്സിലേറ്റർ ചവിട്ടാൻ പറ്റാതെയും ബ്രേക്ക് ചവിട്ടാൻ, ക്ലച്ച്, അങ്ങനെ നമ്മളെ കൺട്രോൾ മൊത്തം വാഹനത്തിൻ്റെ പോയിട്ട് നമുക്ക് ഒരു വാഹനം അപകടത്തിൽ പെട്ടേക്കാം. അപ്പോൾ അതിനൊക്കെ നിൽക്കാണ്ട് നമ്മൾ വാഹനം ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഡ്രൈവിംഗ് സീറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളെ കംഫർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ഗ്യാപ്പ് വേണം നമുക്ക്, കാലിനും പിന്നെ ഈ ഒരു പോർഷനും ഇത്ര ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മിറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ 3 മിററാണ് നമുക്കുള്ളത്. 3 മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് കാണുന്നത്, 3 മിററും ഉപയോഗിക്കുന്നതാണ് നല്ലത് ഡ്രൈവിങ്ങിൽ. ചിലർ ഏതാണ് മിറർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യും. നൈറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യമാണ്, ഈ ഒരു സെൻട്രൽ മിററിൽ നമ്മൾ ബാക്കിലുള്ള വാഹനത്തിൻ്റെ ലൈറ്റ് വന്നടിച്ച് നമ്മളെ കണ്ണിന് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. നമ്മളെ ബാക്കിലുള്ള വാഹനത്തിൻ്റെ ലൈറ്റ് ഈ മിററിന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിലേക്കായിരിക്കും ആ മിറർ ഡ്രൈവ് ചെയ്യുമ്പോൾ വരൽ. അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, ഇങ്ങനെയുള്ള കാറുകളിലൊക്കെ ഞാൻ എന്ത് ചെയ്യലെന്ന് പറഞ്ഞാൽ ഈ വാഹനം ഓടിക്കുമ്പം മടക്കി വെക്കലാണ്. അപ്പം നമുക്ക് നൈറ്റ് ഇങ്ങനെയുള്ള ഈ ഗ്ലാസിൻ്റെ ഉപയോഗം ഇല്ല ഈ ഒരു മിററിൻ്റെ. അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചാൽ നമുക്ക് ഈ ഇതിന് വന്നിട്ട് ലൈറ്റ് അടിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാണ്ടിരിക്കും. പിന്നെ ചില വാഹനങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോൾ വരുന്ന വാഹനം, അതായത് ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾക്കൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് അത് ഡിമ്മായിട്ട് മാറും. അതായത് നൈറ്റ് ആകുമ്പം ഇതിൽ ലൈറ്റ് വന്ന് തട്ടിയാൽ പോലും നമ്മളെ കണ്ണിന് ആ ലൈറ്റ് അടിക്കില്ല. അപ്പം അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ചും പഴയതോ അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ അല്ലാത്ത വാഹനങ്ങൾക്ക് ഇതിനൊരു ഓപ്ഷൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അതിനൊരു സ്വിച്ച് ഉണ്ടാവും, ഓട്ടോ ഡൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വിച്ച് ഉണ്ട്. അത് പ്രസ് ചെയ്ത് അത് ഓട്ടോമാറ്റിക് പ്രസ് ആയിട്ടുണ്ടാവും. അതിനൊരു ലൈറ്റൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ പിന്നെ ഇപ്പം 4 വീലിൽ പെട്ട കുറേ വാഹനങ്ങളുണ്ടല്ലോ, കാറല്ലാണ്ട്. അപ്പോൾ ആ വാഹനങ്ങൾക്കൊന്നും ഇങ്ങനെ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ മിററിന് വേക്കുന്നില്ല ലൈറ്റ് അടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകിച്ചിട്ട് ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുന്നവർ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സീറ്റ് ബെൽറ്റിൻ്റെയാണ്. സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം പലപ്പോഴും ഒരു സീറ്റ് ബെൽറ്റ് ഇടുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ, അല്ലെങ്കിൽ ക്യാമറയിൽ നിന്ന് രക്ഷ നേടാനായിരിക്കും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് അതിനല്ല, നമ്മളെ സേഫ്റ്റിക്കാണ് സീറ്റ് ബെൽറ്റ് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ മാത്രമേ നമ്മൾ എയർ ബാഗ് ഓപ്പൺ ആവൂ. അതായത് ഒരു ആഘാതമുള്ള ഒരു വാഹന അപകടം വന്നു കഴിഞ്ഞാൽ എയർ ബാഗ് ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് നമ്മളെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പം ഈ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എയർ ബാഗ് ഓപ്പൺ ആവും. ഒന്നാമത്തെ കാര്യം, എയർ ബാഗ് ഡ്രൈവിംഗ് സൈഡിലാണെങ്കിൽ ഈ സ്റ്റാരിങ്ങിൻ്റെ ഈ റൗണ്ടിൻ്റെ ഇടയ്ക്കായിട്ടാണ് എയർ ബാഗ് എല്ലാ വാഹനത്തിൻ്റെയും ഉണ്ടാകല്. ഇപ്പം പിന്നെ ഇപ്പം കാറുകളിലൊക്കെ അധികം വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ പോലെ ഈ സ്റ്റാരിങ്ങിൻ്റെ ഇടയ്ക്കാണ് എയർ ബാഗ് വരല്. അപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ എയർ ബാഗ് ഓപ്പൺ ആവും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് വാഹനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കാണ് ഈ ഒരു പോർഷനിലാണ് എയർ ബാഗ് ഉണ്ടാകല്. അപ്പം നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ടിലുള്ളവർ മസ്റ്റായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ
സീറ്റ് ബെൽറ്റ് ഇടുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റായിട്ട് കൊണ്ടുവരിക. ഇല്ലെങ്കിൽ എയർ ബാഗ് നമ്മൾ പലരും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്, സ്റ്റെയറിങ്ങിൻ്റെ അടുത്ത് പോയിട്ട്. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് എയർ ബാഗ് നമ്മളെ മുഖത്തോട്ട് വന്നിട്ട് അടിക്കും. അത് 300 ഹവർ സ്പീഡിലാണ് നമ്മൾ ഈ എയർ ബാഗ് ഓപ്പൺ ആകല്. അപ്പം എയർ ബാഗ് നമ്മളെ മുഖത്ത് വന്നടിച്ചിട്ട് നമ്മൾ സേഫ്റ്റിക്കാണ് ശരിക്കും എയർ ബാഗ് ഓപ്പൺ ആകുന്നത്. അപ്പം ഇത്രയും സ്പീഡിൽ വന്നിട്ട് നമ്മളെ മുഖത്തോ അല്ലെങ്കിൽ ബോഡിയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇല്ല പ്രശ്നം. അപ്പം നമ്മൾ ഇത്ര ഫ്രണ്ടിലോട്ടൊന്നും ഇട്ടിട്ട് നമ്മൾ സീറ്റ് ഇട്ടിട്ട് ഒരിക്കലും ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ സാധാരണ വണ്ടി വന്നിട്ട് ഇടിച്ചിട്ടുള്ള അപകടത്തെക്കാളും നിങ്ങളെ എയർ ബാഗ് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അപകടങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കംഫർട്ട് ലെവലിൽ കാല് നമുക്ക് ഫ്രണ്ടിൽ സ്റ്റിയറിങ്ങിൻ്റെ ഇടയ്ക്ക് ഡാഷ്ബോർഡിലായിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓവർ ഫ്രണ്ടിലോട്ട് വെക്കാണ്ട്, ഓവർ ബാക്കോട്ട് വെക്കാണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ട് അപകടങ്ങൾ നിരത്തുകളിൽ വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാണ്ട് വാഹനം ഓടിക്കുന്നത്. ഇപ്പോൾ ട്രിപ്പ് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഏത് വാഹനമാണെങ്കിലും ഉറങ്ങാണ്ട് ഇപ്പോൾ ഹൈവേയിലെല്ലാം ഓടിക്കുമ്പോൾ എവിടെയാണെങ്കിലും ഓടിക്കുമ്പം നമുക്ക് അപകടങ്ങൾ എന്തായാലും സംഭവിച്ചേക്കാം. അങ്ങനെ നമ്മൾ കരുതുക. കാരണം ഒരു 2 മണി നൈറ്റ് ഒരു 2 മണി ഒക്കെ ആകുമ്പോൾ തന്നെ എവിടെയെങ്കിലും നമ്മൾ സൈഡാക്കുക. നമുക്കിപ്പം അതായത് ഒരു ചെറിയൊരു കണ്ണ് ചിമ്മലിൽ തന്നെ നമുക്ക് വാഹനങ്ങൾ നമ്മളിൽ നിന്ന് കൺട്രോൾ പോയി നമുക്കൊരു അപകടം എന്തായാലും സംഭവിക്കും. അപ്പം ഒന്നെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ ഉറക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ട്, കുറച്ച് സമയം വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ റൂം എടുത്തിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക. ചിലർ അധികം, ഞാൻ തന്നെ പലപ്പോഴും നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പം എന്തായാലും പോയേക്കാം ഇന്ന്, ഇപ്പം തന്നെ നമ്മൾ വെറുതെ എന്തെങ്കിലും റെസ്റ്റ് എടുക്കുന്ന സമയം കളയുന്നു, അങ്ങനെയുള്ള തോന്നൽ നമുക്ക് കൂടുതലുണ്ടാവില്ല. പക്ഷെ നമുക്ക് ചെറിയൊരു സെക്കൻഡിൻ്റെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് അപകടങ്ങൾ സംഭവിച്ചേക്കാം. ഒന്ന് കണ്ണ് അടച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് അപകടങ്ങൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു റിസ്ക് മാക്സിമം എല്ലാവരും എടുക്കാണ്ടിരിക്കുക. നൈറ്റ് ഡ്രൈവ് മാക്സിമം ഒഴിവാക്കുക. അഥവാ ഉറക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വാഹനം സൈഡാക്കിയിട്ട് നിങ്ങളൊന്ന് ഉറങ്ങിയിട്ട് ആ ഒരു ഉറക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവും. പ്രത്യേകിച്ചിട്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും ഉറക്ക് വരും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നമുക്ക് അവർക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നവർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹൈവേ വർക്ക് കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഹൈവേയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർ നമ്മളിപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഒരു സൈഡ് തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് അതിന് ആരോ മാർക്ക് ഉണ്ടാവും. റോഡ് വളരെ ചെറുതായിട്ടുണ്ട് ഹൈവേ വർക്ക് നടക്കുന്നതുകൊണ്ട്. അപ്പം കോഴിക്കോട് ഒരു 1 വീക്ക് മുമ്പ് ഞാൻ ഒരു ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടത്, ഒരു റോങ് സൈഡിൽ പോയിട്ട് ഒരു 4 പേര് മരിക്കാനിടയുണ്ടായി. ഒരു കാറും പിന്നെ വേറൊരു വാഹനവും കൂട്ടിയിടിച്ചിട്ട്. അത് ന്യൂസിൽ കണ്ട് റോങ് സൈഡ് പോയിന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാണ്ട് പോയിട്ടുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹൈവേ വർക്ക് നടക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ വണ്ടി കുറച്ച് പതുക്കെയൊക്കെ പോവുക ഹൈവേ വർക്ക് കഴിയുന്നത് വരെ. ഹൈവേ വർക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പീഡിലൊക്കെ പോവാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. പലയിടത്തും ആരോ മാർക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഹൈവേയിലൊക്കെ ഡ്രൈവ് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആൽക്കഹോൾ. അതുപോലെ ആൽക്കഹോൾ മീൻസ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട്, എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ദയവ് ചെയ്തിട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങളെ ജീവിതവും അപകടത്തിലാവും, മറ്റുള്ളവരുടെ ജീവിതവും അപകടത്തിലാവും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് മാക്സിമം ഒരിക്കലും നിങ്ങൾ ഡ്രൈവ് ചെയ്യാനേ പാടില്ല. നിങ്ങളങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ വാഹനങ്ങൾ കറക്റ്റ് ഡ്രൈവിങ് പഠിച്ചതിന് ശേഷം മാത്രം നിരത്തുകളിൽ ഇറക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ആക്സിഡൻറ്റ് ഇല്ലാണ്ടിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക.